ഇറാനെ തൽക്കാലം ആക്രമിക്കേണ്ട എന്ന നിലപാട് ട്രംപ് എടുത്തതിന് പിന്നിലെ യഥാർത്ഥ കാരണം എന്താണ്? ഇറാഖിനെ ആക്രമിച്ചതുപോലെ ഇറാനിലേക്ക് കടന്നു കയറാനാണ് ശ്രമമെങ്കിൽ അമേരിക്കയ്ക്ക് ലക്ഷക്കണക്കിന് സൈനികരെ ഇറാനിലെത്തിക്കണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്രയും സൈന്യമോ അവിടെ കരയുദ്ധം നടത്താനുള്ള ആഗ്രഹമോ ട്രംപിന് ഉണ്ടെന്ന് തോന്നുന്നില്ല. ഒന്നാമതായി, ഇറാന്റെ അതിർത്തി പ്രദേശങ്ങളിൽ നിലവിൽ വിമാനവാഹിനി കപ്പലുകൾ ഒന്നും തന്നെയില്ല. 11 വിമാനവാഹിനി കപ്പലുകളിൽ ജോർജ് വാഷിംഗ്ടൺ ജപ്പാനിലും അബ്രഹാം ലിങ്കൺ സൗത്ത് ചൈന കടലിലും ഒരെണ്ണം വെനിസ്വലൻ തീരത്തുമാണുള്ളത്. മധ്യ പൗരസ്ത്യ ദേശത്ത് നിലവിൽ വിമാനവാഹിനി കപ്പലുകൾ ഇല്ല. സൗത്ത് ചൈന സീയിലുണ്ടായിരുന്ന എബ്രഹാം ലിങ്കൺ അതിവേഗത്തിൽ മിഡിൽ ഈസ്റ്റിലേക്ക് എത്തുന്നതായി റിപ്പോർട്ടുകളുണ്ട്. US സൈന്യത്തിനുള്ളിൽ നിന്ന് തന്നെ തയ്യാറെടുപ്പുകളില്ലാതെ ഇറാനെ ആക്രമിച്ചാൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് ട്രംപിന് നൽകിയിട്ടുണ്ട്. ഇറാനെ ആക്രമിക്കാൻ പാകത്തിൽ മിഡിൽ ഈസ്റ്റിൽ 19ഓളം ബേസുകൾ അമേരിക്കയ്ക്കുണ്ട്. എന്നാൽ ഭൂരിഭാഗം രാജ്യങ്ങളും തങ്ങളുടെ ബേസുകൾ ഉപയോഗിക്കരുതെന്ന് അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. സൗദി, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങൾ ഇറാനെ ആക്രമിക്കരുതെന്ന് ട്രംപിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. US സൈന്യത്തിന്റെ അടുത്ത ഓപ്ഷൻ ഇന്ത്യൻ ഓഷ്യനടുത്തുള്ള ഡിയോ ഗാർഷ്യ ദ്വീപാണ്. ഇവിടെ നിന്ന് ഇറാനിലേക്ക് 3000-ലധികം കിലോമീറ്ററുകളുണ്ട്. ഇത്ര ദൂരത്ത് നിന്ന് ആക്രമണം നടത്തുക അമേരിക്കയ്ക്ക് എളുപ്പമാവില്ല. തങ്ങൾക്ക് ചുറ്റുമുള്ള ഏതെങ്കിലും രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് ബേസ് നൽകിയാൽ തങ്ങൾ ആക്രമിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. തങ്ങൾക്ക് നേരെ ഇറാന്റെ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകൾ പാഞ്ഞെത്തുമെന്ന് മധ്യേഷ്യൻ രാജ്യങ്ങൾ ഭയപ്പെടുന്നുണ്ട്. യുദ്ധം കനത്താൽ ഇറാൻ വാണിജ്യ കപ്പലുകളെ ആക്രമിക്കും. ലോകത്തിലെ 20% ഓയിൽ കടന്നുപോകുന്ന റൂട്ടായ ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചേക്കാം. ഇറാൻ ആയിരക്കണക്കിന് മൈനുകൾ കടലിൽ പാകിയിട്ടുണ്ടെന്ന് അമേരിക്ക വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ വന്നാൽ കാര്യങ്ങൾ എളുപ്പത്തിൽ കൈവിട്ടുപോകും. റഷ്യയും ഇറാനും അതിർത്തി പങ്കിടുന്ന കാസ്പിയൻ സീ അമേരിക്കയെ ഭയപ്പെടുത്തുന്നുണ്ട്. യുദ്ധം മൂർച്ഛിച്ചാൽ കാസ്പിയൻ കടൽ വഴി റഷ്യയ്ക്ക് ഇറാനിലേക്ക് ഈസിയായി ആയുധങ്ങൾ എത്തിക്കാൻ സാധിക്കും. അങ്ങനെ ഒരു സാഹചര്യമുണ്ടായാൽ അതിർത്തികളും പ്രദേശങ്ങളും വിട്ട് ലോകം ഒരു മഹായുദ്ധത്തിലേക്ക് കടന്നേക്കാം. അന്താരാഷ്ട്ര വാർത്തകൾക്കായി വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.